വയനാട്ടിലെ അല്ലേ ഈ ദുരന്തത്തിൽ നിന്നൊക്കെ അതിൽ നിന്നൊരു മുക്തി നേടി ഇങ്ങനെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് അവിടുത്തെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് സഹായങ്ങൾ അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് വേണം. അതിന് DYFI പ്രവർത്തകരുടെ വക ഒരു ഫോട്ടോഗ്രാഫി ചലഞ്ച് നടത്തിയിരിക്കുകയാണ്. കൊല്ലം അഴീക്കൽ ബീച്ചിലാണ്. അവിടെ എത്തിയ സഞ്ചാരികളുടെയൊക്കെ മനോഹരമായ ചിത്രങ്ങൾ പകർത്തുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ആ ചിത്രത്തിന് പണം ചോദിക്കും. അപ്പോൾ ആദ്യമൊക്കെ ആളുകളൊന്നും ഞെട്ടുമെങ്കിലും ഈ കാര്യം അറിഞ്ഞപ്പോൾ അതിലെ നന്മ തിരിച്ചറിഞ്ഞപ്പോൾ ആളുകൾ പണം നൽകി സഹായിക്കുകയും ചെയ്തു. കണ്ണ നേരം നമുക്കിപ്പോൾ ഉണ്ട് കൊല്ലത്തു നിന്നും. കണ്ണ, വയനാട്ടിലെ കാഴ്ചകളിൽ നിന്നും നമ്മുടെ ഒന്നും കണ്ണിൽ നിന്നോ മനസ്സിൽ നിന്നോ പെട്ടെന്നൊന്നും മായുന്നതല്ല. എന്തായാലും ആ ചേർത്ത് പിടിക്കൽ പലതരത്തിൽ പല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊരു സന്തോഷമാണല്ലേ? ദിവിഷൻ, നമ്മൾ രണ്ടുപേരും റിപ്പോർട്ടിങ്ങിനായി വയനാട്ടിൽ പോയതാണ്. അവിടുത്തെ ദുരിതം എന്താണ് എന്ന് നേരിട്ട് കണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും, വയനാട്ടിലേക്ക് എത്തുന്ന ₹1 സഹായമാണെങ്കിൽ പോലും അത് ആ നാടിന് വേണ്ടി ചെയ്യുന്ന, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സഹായം തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് DYFI എന്ന സംഘടന ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത്. DYFI മാത്രമല്ല, ഒട്ടേറെ സംഘടനകൾ അങ്ങനെ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ ഈ കൊല്ലം അഴീക്കലിൽ നടന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചലഞ്ചായിരുന്നു അവർ ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ബീച്ചിലേക്ക് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ, സഞ്ചാരികളായിട്ടുള്ള ഒട്ടേറെ ആൾക്കാർ, പ്രദേശവാസികളൊക്കെ തന്നെ വരുന്നുണ്ടായിരുന്നു. അവർക്ക് മുന്നിലേക്ക് ക്യാമറയുമായി DYFIയുടെ പ്രവർത്തകരും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർമാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അവരുടെ മുന്നിലേക്ക്, ആ ബീച്ചിലേക്ക് എത്തുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം തങ്ങൾ ഉദ്ദേശിക്കുന്നത് റീബിൽഡ് വയനാട് എന്ന പദ്ധതിക്ക് പണം നൽകാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് പറയുന്നു. അതിനുശേഷം ഞങ്ങളൊരു ഫോട്ടോ എടുത്തു തരാം, ആ ഫോട്ടോയ്ക്ക് ചിലവാകുന്ന പണം, നിങ്ങളുടെ കയ്യിലുള്ള പൈസ എത്രയായിക്കോട്ടെ, ആ പൈസ ഞങ്ങൾക്ക് സംഭാവനയായി നൽകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം DYFI പ്രവർത്തകർ കൊല്ലം അഴീക്കൽ ബീച്ചിൽ നടത്തിയത്. കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇങ്ങനെയൊരു നല്ല പ്രവൃത്തി നടത്തിയത്. ഒട്ടേറെ ജനങ്ങൾ, അവിടെ എത്തിയ ഒട്ടേറെ ജനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അവരുടെ കയ്യിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പൈസ നൽകി ആ ഫോട്ടോകൾ വാങ്ങുകയും ചെയ്തു. ഒട്ടേറെ പേർ കുടുംബസമേത ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് അവിടെ എത്തിയ ജനങ്ങളെല്ലാം തന്നെ ആ വയനാടിനെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമായിരുന്നു അവിടെ നടത്തിയത്. അത് DYFI നടത്തുന്ന റീബിൽഡ് വയനാട് എന്ന് പറയുന്ന ആ പദ്ധതിയിലേക്ക് സംഭാവന നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ അവിടുത്തെ കരുനാഗപ്പള്ളിയിലെ DYFI പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ കൊല്ലം നഗരത്തിൽ ഒരു സ്നേഹത്തിൻ്റെ ചായക്കട തുറന്നിട്ടുണ്ട് DYFI പ്രവർത്തകർ. അവിടെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം നൽകുകയും അതിനുശേഷം അതിലൂടെ ലഭിക്കുന്ന പൈസ ഇപ്പോൾ ഈ പറയുന്ന പദ്ധതിയിലേക്ക് കൈമാറുന്നു. അപ്പം തന്നെ പായസ ചലഞ്ച്, അല്ലെങ്കിൽ ആക്രി പെറുക്കി വിറ്റുള്ള ചലഞ്ച്, ഒപ്പം പഴയ പേപ്പറുകൾ പെറുക്കി വിറ്റ് പണം സമ്പാദിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു പ്രവൃത്തി നാടൊന്നാകെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പമാണ് ഈ ഫോട്ടോഗ്രാഫി ചലഞ്ച് കൂടി കരുനാഗപ്പള്ളിയിലെ ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലുള്ള പണം സ്വരൂപിക്കൽ. അത് വയനാടിന് വേണ്ടി അങ്ങനെ എല്ലാവിധ സംഘടനകളിലും നമ്മൾ ഈ ദുരന്തം മുതൽ ഇങ്ങോട്ട് കണ്ടതാണ് എങ്ങനെയൊക്കെയാണ് ഒന്ന് ചേർന്ന് എല്ലാവരും പ്രവർത്തിച്ചതിൽ. എല്ലാ പാർട്ടികളുടെയും അല്ലെങ്കിൽ മതസംഘടനകളുടെയും ഒക്കെ സന്നദ്ധ പ്രവർത്തകർ ഒന്നു ചേർന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ആ ഒരുമയോടെ തന്നെ പോവുക എന്നതാണ് ഏറ്റവും നല്ല കാര്യവും. അത് നമുക്ക് ചെയ്യാനും കഴിയട്ടെ.